അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണം. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ എന്താണ് റബ്ബേ? പണക്കൊഴുപ്പ് കാണിക്കുന്നതല്ലേ? ഇന്നത്തെ വിവാഹങ്ങൾ എന്തെല്ലാം ആർഭാടങ്ങളാ! പള്ളിയിലെ സെക്രട്ടറിയുടെ മോളുടെ വിവാഹം, ഹാജിയാരുടെ മോളുടെ വിവാഹം, ഇമാമിന്റെയും പ്രവാസകന്റെയും മക്കളുടെ നിക്കാഹ്, എന്തെല്ലാമാണ് ഇത്! ചോദിച്ചാ ചില വാപ്പമാര് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിസ്കാര തഴമ്പ് നെറ്റിയിലുണ്ട്. തന്റെ പൊന്നുമോളുടെ വിവാഹത്തിന്റെ നടക്കുന്ന കൂത്ത് കണ്ടിട്ട് മൈലാഞ്ചിയും അതിന്റെ കൂടെ നടക്കുന്ന ഗാനമേളകളും എന്തെല്ലാം വൃത്തികേട് കണ്ടിട്ട് വാപ്പാ എന്തേ എന്ന് ചോദിച്ചാ പറയും, ഉസ്താദേ ആകെ ഒന്നല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല ഉസ്താദേ, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. നാണമില്ലേ വാപ്പാ പറയാറ്? സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത വാപ്പമാര്, പണക്കൊടുപ്പ് കാണിക്കുന്ന ഉപ്പമാര്, പടച്ചവനെ എന്തെല്ലാം പേകൂത്തുകളാണ്! വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ. അവസാനം പാതിരാത്രി 12 മണി വരെ പേകൂത്തുകൾ കാണിച്ച് വെളുപ്പാങ്കാലം 7 മണി വരെ കിടന്നിറങ്ങി വിവാഹത്തിന്റെ അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? വിവാഹ പെണ്ണ് പോലും നിസ്കരിക്കില്ല, വിവാഹം കഴിക്കുന്ന പയ്യൻ പോലും സുബഹി നിസ്കരിക്കൂല. 7 മണി വരെ കിടന്നിറങ്ങിയിട്ട് പിന്നെ ഒരുങ്ങി കെട്ടിക്കെട്ട് റബ്ബേ എന്തെല്ലാ കോലങ്ങളാ! അല്ലാഹുവേ പടച്ചവനെ, വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, പിന്നെ എഴുന്നള്ളത്തിന് അമ്പലത്തിൽ നിന്ന് ആന വരുന്നത് പോലെ റബ്ബേ പെണ്ണിനെയും പയ്യനെയും വെച്ചിട്ട് ഘോഷയാത്രയാണ്. JCBയുടെ മുകളിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ടിപ്പർ ലോറിക്കകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, സൈക്കിളിൽ കയറിയിട്ട് ചെണ്ടയടിച്ചുകൊണ്ട് റോഡിലൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എല്ലാ ചടങ്ങും കഴിഞ്ഞു. പാതിരാത്രി 10 മണിക്ക് പുതുമണവാളനും മണവാട്ടിയും മണിയറയിലേക്ക് കയറുമ്പോ ആ സമയത്ത് പോലും പോയിട്ട് പടക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാര്, ആ സമയത്ത് പോലും അവിടെ പോയിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നവർ. എന്റെ ചെറുപ്പക്കാരാ, ഇല്ലടാ, ഒരിക്കലും നിനക്ക് നല്ല മക്കള് ജനിക്കൂലടാ. എന്റെ പെങ്ങളോട് പറയുന്നു, മോളെ, ഇതുപോലെയുള്ള വൃത്തികേടുകൾ നിന്റെ വിവാഹത്തിന്റെ ദിവസമുണ്ടോ? നിന്റെ മയത്തിൽ നല്ല മക്കള് ജനിക്കൂല. എന്നാൽ ഒരു യഥാർത്ഥ പെണ്ണെങ്ങനെന്നറിയോ? ദീനുള്ള പെണ്ണിനെ കെട്ടിയാൽ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞു. സ്വർഗത്തിന്റെ റാണിയാണല്ലോ, വിവാഹം കഴിഞ്ഞു. അലിയാര് തങ്ങളും ഫാത്തിമയും മണിയറയിലേക്ക് കിടക്കുകയാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടന്നു പോകുമ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങള് വിളക്കങ്ങണയ്ക്കുകയാണ്. ഫാത്തിമ മണിയറയ്ക്കകത്തേക്ക് കിടന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാ. അല്പം സമയം കഴിഞ്ഞു. വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അല്ലാഹുവേ, അലിയാരിതങ്ങള് ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ഫാത്തിമയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഈ പണമില്ലാത്തവന്, ഈ സൗന്ദര്യമില്ലാത്ത എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ വാപുത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. പിന്നെ എന്തിനാ ഫാത്തിമ കരഞ്ഞത്? അലിയേ, ഇന്ന് നമ്മുടെ മണിയറയല്ലേ, ഇന്ന് ജീവിതം തുടങ്ങുകയല്ലേ, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ജീവിതം തുടങ്ങുകയാ. ഇന്ന് നമ്മുടെ ആദിരാത്രിയാ. ഈ മണിയറക്കകത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്നണച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? അലിയേ, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട്
അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമാ. ഒരാള് വീടിനകത്തും ഒരാള് 6 അടി മണ്ണിനകത്തും കിടക്കുന്ന ദിവസമാ. അലിയേ, ഈ വീടിനകത്ത് ഇത്ര ഇരുളാണെങ്കിൽ ഖബറിനകത്ത് എത്ര ഇരുളാലിയേ. എനിക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മ വന്നലിയേ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കയറി വന്ന ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പുതുമണവാട്ട് കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, അലിയേ, മണ്ണറ മണിയറയാക്കാമലിയേ. ഇന്നത്തെ ആദ്യ രാത്രി 6 അടി മണ്ണിനകത്ത് 1ാമത്തെ രാത്രി ഉണ്ടല്ലോ, അതാ അലിയേ മണിയറയാകേണ്ടത്. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. രക്ഷപ്പെടേണ്ടത് അവിടെ അലിയേ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമസ്കരിക്കാം. ഇന്നത്തെ രാത്രി ഖബറിന്റെ അകത്ത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി, ഖബറ് പ്രകാശിക്കുന്നതിന് വേണ്ടി, ഖബറിനകത്ത് സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഇബാദത്ത് ചെയ്യാമെന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു കൊടുത്ത ഭാര്യ. അതാ പെണ്ണെന്ന് പറഞ്ഞ, അതാ പെണ്ണെന്ന് പറഞ്ഞ പടച്ചവരെ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥയുണ്ടോ? ഹാജിയാരുടെ മോളാണെങ്കിലും, ഹാജിയാക്കന്മാരുടെ മോളാണെങ്കിലും, പള്ളിയിലെ ഇമാമിന്റെ മോളാണെങ്കിലും, എത്ര വലിയവന്റെ മോളാണെങ്കിലും ആഡിറ്റോറിയത്തിൽ ഒരു കാഴ്ച കാണാം. ആഡിറ്റോറിയത്തിൽ ഒരു കാഴ്ചയുണ്ട്. വിവാഹം കഴിഞ്ഞു, പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങാറുണ്ട്. ഫോട്ടോ സെക്ഷൻ തുടങ്ങുമ്പോ എടാ സ്വന്തം ഭാര്യയെ പിടിച്ചിട്ട്, സ്വന്തം വിവാഹം കഴിച്ച അല്ലാഹു ഹലാലാക്കി തന്ന പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ശരീരത്തുനിന്ന് തൊടുന്നതിന് മുമ്പേ കൂട്ടുകാരുടെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനാ, ചേർന്ന് നിൽക്കെന്ന് പറഞ്ഞ് അല്ലാഹുവേ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കാ അനുവദിക്കുന്ന ചെറുപ്പക്കാരാ, രക്ഷപ്പെടുവോടാ പൊന്നുമോര്. അതിന് നാണമില്ലാതെ നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങള്. എങ്കിലെന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അലിയാരിതങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, ഞാൻ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, എന്നെ പകല് കബറടക്കല്ലേ, രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് നിങ്ങൾ ചോദിച്ച്, എന്തേ ഫാത്തിമ, കാരണം എന്തേ ഫാത്തിമ? അവിടെന്ന് പറഞ്ഞു, അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ ഒരന്യ പുരുഷനും ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നെ പകലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വടിവ് ഒരുത്തരും കാണാൻ പാടില്ല. അതുകൊണ്ട് രാത്രിയെ കബറടക്കാവൂ. ഈമാനുള്ള പെണ്ണങ്ങനാ, ഭർത്താവ് പറഞ്ഞാലും കണ്ടവന്റെ കൂടെ നിൽക്കൂല. കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഈമാനുള്ള ഒരു പെണ്ണും അനുവദിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനാ. അവസാനം അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട്, അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ ചോദിച്ചു, അലിയേ, പൊരുത്തം തരുവോ അലിയേ, പൊരുത്തപ്പെട്ടു തരുവോ അലിയേ, ഞാൻ പോവുകയാണ്, എനിക്ക് പൊരുത്തം തരുവോ? ആരാ ചോദിച്ചത്? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നടന്നു പോവുകയാ. തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, 2 മക്കള് വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, കുഞ്ഞുങ്ങള് കരയുന്ന മോളെ, പാല് കൊടുക്കുമോള്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു. കരച്ചല്
തീരുന്നില്ല, കരച്ചല് തീരുന്നില്ല. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും കരച്ചല് തീരാതെ വന്നപ്പോ റസൂലുള്ളാഹിന് ദേഷ്യം വന്നു. അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ടു. അവിടുന്ന് റസൂലുള്ള മകളെ വഴക്ക് പറയുകയാ, സ്നേഹമില്ലാതെ പോയോ ഫാത്തിമ, കരുണയില്ലാതെ പോയോ ഫാത്തിമ. രണ്ട് മക്കള് വിശന്ന് വിശന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലല്ലോ. ഫാത്തിമ ബീവിക്ക് സഹിച്ചില്ല. മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാ. തന്റെ കരളിന്റെ കഷ്ടമിരുന്ന് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ ദേഷ്യമങ്ങ് മാറി. റസൂലുള്ള അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്തിനാ കരയുന്നത്? മക്കൾക്ക് പാല് കൊടുക്കാത്തതിന്റെ കാരണമെന്ത്? പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, പച്ചവെള്ളവും കാരക്കയും തിന്നുകൊണ്ട് നടക്കുകയാ. എന്റെ മക്കള് രണ്ടുപേരും പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവര് പാല് ചൊരത്തിയപ്പോ എന്റെ മാറിടത്തിലെ പാല് വറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പട്ടിണി കിടന്നിട്ട് ഒരു പെണ്ണിന്റെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാ. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. വീടിനകത്ത് നിന്നിറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങി ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. റസൂലുള്ള ചോദിച്ച്, എന്തെങ്കിലും ഒരു ജോലി തരുമോ? ആ മനുഷ്യൻ അറിയില്ല ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്നറിയില്ല. ചോദിച്ചു, വല്ല ജോലി തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കോരാനുള്ള ജോലി തരാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് മരങ്ങൾ നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. 3 തൊട്ടി വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊടിച്ചു. 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. അറിയാതെ തൊട്ടി അങ്ങ് കിണറ്റിൽ വീണുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ പുണ്യമായ മുഖത്തെ കടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. തല്ലുകൊണ്ടിട്ടും മിണ്ടിയില്ല, അടിച്ചിട്ടും മിണ്ടിയില്ല. ഓർമ്മ വന്നത് തന്റെ പൊന്നാര മക്കളുടെ മുഖമാ. അവസാനം കിണറ്റിൽ കിടന്ന് തൊട്ടിയെടുത്ത് ആരാ യഹൂദിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്ത് അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന മക്കളെ എടുത്ത് മടിയിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആർത്തിയോടെ തിന്നുകയാണ്, ആർത്തിയോടെ തിന്നുകയാ. എന്റെ പ്രിയമുള്ളവരെ, വയറ് നിറച്ച ഭക്ഷണമല്ല, ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൊച്ചുമക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. 2 പേരും തിന്ന് വിശപ്പങ്ങൽപ്പം മാറി. ഒരൽപ്പം വയറ്റിനകത്തേക്ക് ചെന്നപ്പോ മുഖത്തൊരു പുഞ്ചിരി വന്നു. അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിട്ട് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മകളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫാത്തിമ മോളെ തിന്നാൻ കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ഇതുപോലെ പട്ടിണിയാണ് എങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പണക്കൊടുപ്പ് കാണിക്കുന്ന പണക്കാരാ, ലോണെടുത്തിട്ട് ആർഭാട വിഭാഗം നടത്തുന്ന വാപ്പാ, എന്റെ പ്രിയമുള്ളവരെ പഠിക്കാനുള്ള ചരിത്രമാ. ഈ പെണ്ണാണ് ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, എനിക്ക് പൊരുത്തം തരുവോ? ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? ഏത്
വാപ്പയുടെ മകൾ എന്നറിയുവോ? അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ 18 വയസ്സുള്ള ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് സക്കറാത്തിന്റെ അവസ്ഥയില് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് അള്ളാന്റെ റസൂല് പോയി. ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയി. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, നല്ല മക്കള് നിനക്ക് പിറക്കണോ, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിവാഹം പള്ളിയിൽ വെച്ച് വേണം നടത്താൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാര്, മോനെ എന്തൊക്കെ കിട്ടിയാലും എത്ര ലക്ഷങ്ങളുടെ ആഡിറ്റോറിയം വാങ്ങിയാലും മോനെ നിന്റെ വിവാഹം പള്ളിയിൽ വെച്ചേ നടത്താവൂ. കാരണം അവിടെ കണ്ടവന്മാര് കയറി വരൂല. നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവർ മാത്രമേ നിന്റെ നിക്കാഹിന് പള്ളി വരൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ചില വിവാഹമുണ്ട്, ഉസ്താദന്മാരുടെ അവസ്ഥയിലേക്ക് ഉസ്താദന്മാരിങ്ങനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, പെണ്ണ് കെട്ടാൻ വരുന്നവൻ കോമാളിയെ പോലെ വരുന്നത്, എന്തെല്ലാം വലിച്ചു വാരി കയറ്റി, അവന്റെ സ്വന്തം ഇഷ്ടത്തിലല്ല വസ്ത്രം പോലും ധരിക്കുന്നത്. കൂട്ടുകാർ പറയും ഇന്നതിട്ട്, ഇങ്ങനെ എഴുന്നള്ളത്തിൽ വരുന്ന ആനയെ പോലെ എല്ലാം വാരി വലിച്ചു കെട്ടി പള്ളിക്കകത്ത് വന്നിരിക്കും. അപ്പോഴാ ഖതീബ് ഉസ്താദ് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, മോനെ മഹർ എത്രടാ? വാപ്പ മഹർ എത്ര? പെണ്ണ് കെട്ടുന്ന പയ്യനോട് പള്ളിയിലെ ഖതീബ് അല്ലെങ്കിൽ സെക്രട്ടറി ചോദിക്കും, രജിസ്റ്ററിൽ എഴുതാനാടാ മഹർ എത്ര? ഉടനെ വാപ്പാനോട് ചോദിക്കുക എത്ര? ഇതാ ഇവ പെണ്ണ് കെട്ടാൻ വന്നിരിക്കുന്നവന്റെ അവസ്ഥ. ഉസ്താദ് പറഞ്ഞു കൊടുക്കും സവ്വജ്തുക, ഇവ ഇരുന്ന് തപ്പുവാ സവ്വജ്തുക പറയും. ഇതാ അവസ്ഥ. ചിരി വരും നിക്കാഹ് നടത്തുന്ന ഉസ്താദന്മാർക്ക് പറയുന്ന അറബി വാക്ക് പോലും അതിന്റെ അർത്ഥം പോലും അറിയാം, പറയാൻ അറിയാത്ത ചില സാധനങ്ങൾ. എന്ത് മനുഷ്യന്മാരാ! എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യും അവസാനം, അയ്യുഹൽ അറൂസാൻ ബാറക്കല്ലാഹു ലക്കുമാ വബാറക, അല്ലാഹുവേ ഇവന് നീ അനുഗ്രഹിക്കണേ, നല്ല ജീവിതം കൊടുക്കണേ. അപ്പൊ ഇങ്ങനെ അളിയനെ കൂട്ടുകാരനെ നോക്കി തിരിച്ചുകൊണ്ടിരിക്കുക. എടാ പൊട്ടൻ, നിനക്ക് വേണ്ടിയ ദുആ ചെയ്യണേ. ഇതുപോലെ വേറെ ആരെങ്കിലും ദുആ ചെയ്യോ? സ്വന്തം വാപ്പ ദുആ ചെയ്യോ? ഇവന്റെ പുണ്യമായ വിവാഹം അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിച്ചിട്ട് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യാ, ഇവന്റെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചൊരിയണേ. കൈ ഇങ്ങനെ വെച്ചിട്ട് ആമീൻ പിടിക്കാൻ പോലും ഇല്ലാതെ വായി നോക്കി ഇറങ്ങി ആഡിറ്റോറിയത്തിൽ ബിരിയാണി തിന്നാനിരിക്കുന്നവനെ പോലെ ഇരിക്കുക. എന്താ സഹോദരങ്ങളെ, ചിന്തിക്ക്. വിവാഹം പള്ളിയിൽ വെച്ച് നടത്ത്, സുന്നത്തായ രീതിയിൽ നടത്ത്. അള്ളാഹു നിനക്ക് നല്ല മക്കളെ തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു ഹദീസും കൂടെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വിവാഹം പരസ്യമായിട്ട് നടത്തണം, രഹസ്യ വിവാഹം പാടില്ല. പരസ്യമായിട്ട് വിവാഹം നടത്തണം, രഹസ്യ വിവാഹത്തിൽ ബറക്കത്തില്ലെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ രഹസ്യ വിവാഹം എന്ന് പറഞ്ഞ രജിസ്റ്റർ വിവാഹം അടിച്ചോണ്ട് പോക്കണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ രഹസ്യ വിവാഹത്തിൽ ബർക്കത്തില്ല എന്നാണ്. ആ രഹസ്യ വിവാഹം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ വിവാഹം. വല്ലവന്റെ മോളെ അടിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ചങ്കൂറ്റം നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നത് അത് നല്ല സ്വഭാവമല്ല. പിന്നീട് വാപ്പയെ പോലെ ഇരുന്ന് കരയേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല മക്കളെ കിട്ടണമെങ്കിൽ 2, 1 ദീനുള്ള പെണ്ണിനെ കെട്ട്, 2 അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മോനെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം എന്തായപ്പാ? തീരാറായി, 11 കാലായി. ഞാൻ പറഞ്ഞ സമയമായി. ബക്കറ്റ് എടുത്തു കഴിഞ്ഞു. എന്താപ്പാ 11 കാലിന് നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. വാക്ക് പാലിക്കാത്തവൻ സ്വർഗത്തിൽ പോകൂല എന്നാ. ഒരൊറ്റ വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിൽ ആദന്റെ പേര് കയറി കയറി 2 പേരും കയറി ഇവിടെ നിന്ന് വയല് കേൾക്ക്. ബക്കറ്റൊക്കെ പിന്നെ ഈ ഇരിക്കുന്നവർ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന പിന്നെ ബക്കറ്റൊക്കെ വലത് കേട്ടോ. അവിടെ ഇരുന്ന് ഇരിക്കണവർ ഈ ബക്കറ്റും കൊണ്ട് അങ്ങോട്ട് പോകണം, ഇറങ്ങി ഓടണം. എന്തിനാ? അവരൊക്കെ ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്താ എന്ത് ചെയ്യാനാ? 11 കാലായി. എന്ത് വേണം? കല്യാണമല്ലേ കഴിഞ്ഞുള്ളൂ. മണിയറയിലൊന്ന് കയറിയിട്ട് പൊക്കൂടെ? അങ്ങോട്ട് കയറ്റിയിട്ട് ഞാനങ്ങ് പോയേക്കാം ഇൻഷാ അല്ലാഹ്. ഇത്തിരി നേരം കൂടി ഇരിക്കൂലേ? എന്താ മനുഷ്യന്മാർ ഇരുന്നൂടെ? ആ വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരും കൈപൊക്കിക്ക്. അല്ലാഹ്, പിരിവ് വല്ലതും വേണോ? പൈസ വല്ലതും വേണോ? പിരിക്കുവാണെങ്കിൽ ഇവിടെ പിരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തിയേക്കാം ഇൻഷാ അല്ലാഹ്. ഒരു അരമണിക്കൂറും കൂടി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു മണിയറയിൽ കയറി. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് മനസ്സ് തുറക്കാൻ തുടങ്ങുന്നത്. രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ആദ്യം ചർച്ച ചെയ്യണത് എത്ര മക്കൾ വേണമെന്നാണ്.
എത്ര വിവാഹം മണിയറയ്ക്കകത്ത് കയറിയിരുന്നിട്ട് മക്കളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ്. 2 എണ്ണം വേണം, ഒന്നിനെ MA കാരനാക്കണം, ഒന്നിനെ MBBS കാരനാക്കണം, ചർച്ചയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള വാപ്പമാര്, നല്ല മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഉമ്മമാര്, അള്ളാന്റെ റസൂല് പറയുന്നു, മോനെ ദുആ ചെയ്യണേ, പൊന്നുമോനെ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം ചെറുപ്പക്കാരാ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എവിടെ നിന്നാ ദുആ ചെയ്തത്? അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഖാല യാ മറിയം അന്നാ ലകി ഹാദാ, ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്നിട്ട് ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയ നബി ചോദിച്ചു, മോളെ മറിയമേ, എവിടെ നിന്നാ മറിയമേ? അല്ലാഹ് തന്നതാണെന്ന് പറയുമ്പോ ആ നല്ല സ്ഥലത്തിരുന്നു കൊണ്ട് സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് നല്ല മക്കളെ തരണേ, അല്ലാഹ് സാലിഹായ സന്താനത്തെ തരണേ, അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പ് കൊടുത്തു. ദുആ ചെയ്തിട്ട് മക്കളെ മേടിക്കുന്നവർ, റബ്ബിനോട് ദുആ ചെയ്തിട്ട് മക്കളെ കിട്ടാൻ ദുആ ചെയ്തിട്ട് ജീവിതം തുടങ്ങുന്നവര് 120ാമത്തെ വയസ്സിലെങ്ങാണ്ടായ സക്കരിയ നബി ദുആ ചെയ്യുന്നത്. അവിടുന്ന് ഒരു മകനെ കൊടുത്തു, പ്രായമായ കാലത്തൊരു കുഞ്ഞിനെ കൊടുത്തു. അല്ലാഹ് തന്നെ പേരിട്ടു യഹിയ എന്ന്. യഹിയ എന്ന് പേരിട്ടത് പടച്ചുറപ്പാ. അതിനു മുമ്പ് ഒരാൾക്കും യഹിയ എന്ന് പേരില്ല. പടച്ചവനെ ദുആ ചെയ്തിട്ട് വയസ്സാം കാലത്ത് കിട്ടിയ പൊന്നുമൂർ 11 വയസ്സായി. 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ മകനെ കാണുന്നില്ല. വാപ്പ നോക്കുമ്പോ മകനെ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയ നബി തെരഞ്ഞു നടക്കുകയാണ്. പാതിരാത്രിയായിട്ടും പൊന്നുമോനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ പോയിട്ട് സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് വയസ്സാം കാലത്ത് തന്നതാ, അല്ലാഹ് വയസ്സാം കാലത്ത് നീ എനിക്ക് തന്നതാ റബ്ബ്. എത്ര കൊല്ലം കനന്നിട്ട് കിട്ടിയതാ അല്ലാഹ്. എന്റെ മോനെ കാണുന്നില്ല റബ്ബേ, എന്റെ മോനെ കാണുന്നില്ല റബ്ബേ, എനിക്കവനെ തിരിച്ചു തരണേ എന്ന് ദുആ ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുകയാ. പള്ളിക്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു. സക്കരിയ നബി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന കബറിനകത്ത് ഒരു പൊന്നുമോനിരുന്ന് കരയുകയാ. പഴക്കം ഇടിഞ്ഞു കിടന്ന കബറിനകത്ത് പാതിരാത്രി 11 വയസ്സുള്ള യഹിയ എന്ന് പറയുന്ന പൊന്നുമോനിരുന്ന് കരയുകയാ. വാപ്പ ചോദിച്ചു, മോനെ യഹിയ, എന്തിനാടാ കബറിനകത്തിരുന്ന് കരയുന്നത്? എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, വാപ്പാ അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ. 11 വയസ്സുള്ള പൊന്നുമോൻ ഇടിഞ്ഞ കബറിനകത്തിരുന്ന് കരയുകയാ. എന്തിനാ മോനെ കരയുന്നത്? പാപ്പ അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്താ. കബറിനെ കുറിച്ച് ഓർത്ത കരഞ്ഞ പൊന്നുമോൻ ദുആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം. റബ്ബിനോട് നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3 അല്ലാഹുവോട് ദുആ ചെയ്യണം. അല്ലാഹ് നീ എനിക്ക് സാലിഹായ മക്കളെ തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, കണ്ണിന് കുളിർമയാകുന്ന, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന, എന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുന്ന, എന്നെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാഹ്.
എന്റെ പ്രിയമുള്ള പെങ്ങളെ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഉമ്മ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലമായി മക്കളില്ല. ഒരു ദിവസം മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഒരു തള്ളയുണ്ടല്ലോ, ഒരു പർവ്വതന്റെ വായിൽ ഭക്ഷണം വെച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആ കാഴ്ച ഇങ്ങനെ കണ്ടപ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, സാലിഹായ സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ നല്ല മക്കളെ കിട്ടണോ? മൂന്നാമത്തെ കാര്യം നീ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം അള്ളാനോട് പറയണം, പടച്ചോനെ എനിക്ക് നല്ല മക്കളെ കിട്ടുന്നതിന് മുമ്പേ ദുആ ചെയ്യണം. ദുആ ചെയ്തിട്ട് നേടിയെടുക്കുന്ന മക്കൾ സാലിഹീങ്ങളാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മണിയറക്കകത്ത് കടന്നു, ഭാര്യയും ഭർത്താവും ജീവിക്കാൻ തുടങ്ങി. ബന്ധപ്പെടുന്നതിൽ പോലും മസലകളുണ്ട്. ആഗ്രഹത്തോടുകൂടി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 അദബെങ്കിലുണ്ട്, 3 മര്യാദ. ഒന്ന്, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തിന്നൂന്ന. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറി ഇരുന്നിട്ട് തിന്നും. ഇതുപോലെ തന്നെ ഹദീസിന്റെ കിതാബിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, ബിസ്മി പറയാതെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ അതിനു മുമ്പേ ശൈത്താൻ സ്കലിക്കുമെന്ന. എൻ്റെ പ്രിയമുള്ളവരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്, ഒരു വരിയേ ഉള്ളൂ. ആ ദുആ നീ പറയണം. 3, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഔറത്ത് പരസ്പരം കാണാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഔറത്തുകൾ ബന്ധപ്പെടുന്ന സമയത്ത് കാണാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം, എൻ്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നീയത്തിന് വല്ലാത്ത പരിഗണന. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ എനിക്കിതിലൂടെ നല്ല മക്കൾ ജനിക്കണമെന്ന ആഗ്രഹത്തോടെ ബന്ധപ്പെടുന്നത്. അല്ലാതെ ഇപ്പോഴെങ്ങും വേണ്ട, 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. ഇനി കഷ്ടകാലത്തിനെങ്ങാനും പെണ്ണ് ഗർഭിണിയായിപ്പോയ ഭർത്താവിനോട് പറയും കഴിയിക്കളയാ. അയാൾ പറയും എന്തായാലും കിട്ടിയില്ലേ പറ്റൂല. അവസാനം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്ക. മനസ്സോടെ കിട്ടിയ മക്കള് നന്നാവൂല. നീയത്ത് നന്നാക്ക്, എങ്കിലേ നല്ല മക്കളെ കിട്ടൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് ഭാര്യ ഗർഭിണിയായി. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് 1.5 മാസം 2 മാസം അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഭർത്താവിൻ്റെ ഫോണിൽ ഒരു കോള് വന്നു. ഭാര്യ അസമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക എനിക്ക് നിങ്ങളെ ഇപ്പം കാണണം, അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. ഭർത്താവ് എവിടെയോ നിൽക്കുക, ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായി എനിക്ക് നിങ്ങളെ ഇപ്പം തന്നെ കാണണം. എന്തേ പെണ്ണെ? ഇവിടെ വന്നിട്ട് പറയാം, അത്യാവശ്യമായിട്ട് കാണണം. ആലപ്പുഴയിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പറന്ന് വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇവൻ ചെന്നിട്ട് ചോദിക്കും, എന്തേ പെണ്ണെ വിളിച്ചത്? ഒന്നും മിണ്ടുന്നില്ല, ഇരുന്ന് ചിരിക്ക. നാണം കുണുങ്ങി നിൽക്കുന്നു. അവസാനം എത്ര ചോദിച്ചിട്ടും പറയാതെ വന്നപ്പം പറഞ്ഞു, ഉമ്മാനോട് പോയി ചോദിക്കാൻ. അടുക്കളയിൽ പോയിട്ട് ഉമ്മായോട് ചോദിക്കും, എന്തേ ഉമ്മ ആ സമയത്ത് മകനോട് പറയും, മോനെ അവക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവിനോട് ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് ഭർത്താവ് അറിയുന്ന സമയത്ത്, ഒരു പെണ്ണറിയേണ്ട സമയത്ത് എന്ത് ചെയ്യണ്ടേ? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യ ഗർഭിണിയാണെന്ന് ഭർത്താവിനോട് പറഞ്ഞ ഓനൊപ്പം തന്നെ മൊബൈൽ എടുത്തിട്ട് അളിയ ഇന്ന് വൈകിട്ട് പാർട്ടിയുണ്ട്, ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഇതാ ഭാര്യ ഗർഭിണിയായി എന്നറിഞ്ഞ അപ്പം പിന്നെ വാട്സപ്പിലൂടെ ഇന്ന് വൈകിട്ട് എല്ലാവരും കാണണം, കണ്ടവരെ മുഴുവനും വിളിച്ചു പറയുക. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയും? ഒരു പെണ്ണ് ഗർഭിണിയാണെന്നറിയുമ്പോൾ ഭർത്താവ് ചെയ്യേണ്ടതിന്റെ, ഭാര്യ ചെയ്യേണ്ടതിന്റെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലമ്മാ അസ്കർത ദഅവല്ലാഹ റബ്ബിലാ. ചന്ദനമടയിലെ പെണ്ണിനെയല്ല, കറുത്തമുത്തിലെ പെണ്ണിനെയല്ല, സീരിയലിന്റെ നായികമാരാണ് യഥാർത്ഥ നായികമാരെന്ന് കരുതുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് 2 പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം. ഒന്ന് മറിയം ബീവി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹാ. സൂറത്തുൽ മറിയം എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. മറിയം ബീവിയെ കണ്ടുപിടിക്കണം, ആസിയ ബീവിയെ കണ്ടുപിടിക്കണം. യാ മറിയം ബീവിയുടെ ഉമ്മയാരെന്നറിയുവോ? ആ മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായപ്പോ അന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയായപ്പോ ദുആ ചെയ്തിട്ട് വാങ്ങിച്ചതാ, ദുആ ചെയ്തിട്ട് നേടിയതാ. അതാ ഗർഭിണിയായപ്പോ അവിടുന്ന് വയറ്റത്ത് കൈവച്ചിട്ട് അന്നത്ത് ബീവി അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. അന്നത്ത് ബീവി വയറ്റത്ത് കൈവച്ചിട്ട് ഗർഭിണിയായപ്പോ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ ഇത് നിന്റെ പള്ളിക്കുള്ളതാ, അല്ലാ ഇതിന് നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്ന തമ്പുരാന് എന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, അതുകൊണ്ടാണ് ചെറുപ്പക്കാര് ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാ, ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിളാക്കണം ഉസ്താദ്, ആൺകുഞ്ഞാണെങ്കിൽ ഹാഫിളാക്കണം ഉസ്താദ്, ദുആ ചെയ്യണേ എന്ന് പറയുന്ന മക്കളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പൊന്നുമോനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ യദൂലഹു ഔലാദന സാലിഹാ, സാലിഹായ സന്താനമാകാ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഗർഭിണിയായി എന്ന് മനസ്സിലാക്കുമ്പോ റബ്ബിനോട് ദുആ ചെയ്യണം. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭാര്യ, മോളെ നീ നിന്റെ വയറ്റിൽ കൈവച്ചിട്ട് അള്ളാഹിനോട് പറയണം, ഇതിനെ നല്ല കുഞ്ഞുങ്ങളിൽ പെടുത്തി തരണേ അല്ലാ, ഇവനെ സാലിഹായ മക്കളിൽ പെടുത്തി തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തായാലും ഇത്രയായി, പ്രസവം കൊണ്ട് നിർത്തിയിട്ട് പോയേക്കാം. പ്രസവം വരെ വയറ്റത്ത് വെച്ചിട്ട് പോണത് അത്ര നല്ലതല്ലല്ലോ. പ്രസവം വരെ ഞാൻ പറയാം. അവസാനം ഡോക്ടർ പറഞ്ഞു വിശേഷമൊക്കെയാണ്, ഇനി റെസ്റ്റിൻ്റെ കാലമാണ്. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവിനോട് പറയും, ഇനി താഴെയും വെക്കരുത്, തലയെ വെച്ചോണം, റെസ്റ്റിൻ്റെ കാലം. അള്ളാഹുവെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ബെഡ്റൂമിലിട്ടു. പടച്ചവനെ തിന്നാൻ മാത്രം എഴുന്നേക്ക, ബാത്റൂമിൽ പോകാൻ മാത്രം എഴുന്നിട്ട് പിന്നെ നീ അനങ്ങാൻ പാടില്ല. ആദ്യ പ്രസവമാണെങ്കിൽ പോയി, പിന്നെ ആദ്യത്തെ പ്രസവമാണെങ്കിൽ പോയി. പടച്ചറപ്പെ പിന്നെ ഇവൾക്ക് ഇങ്ങനെ റൂമിനകത്തിരിക്കാം. മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പോഴെന്നറിയോ? പ്രസവിച്ചതിന് ശേഷമല്ല, പ്രസവിച്ചതിന് ശേഷമല്ല. എല്ലാ പെണ്ണുങ്ങളും പഠിച്ചോ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് പ്രസവിച്ചതിന് ശേഷമല്ല, ഗർഭിണിയായിരിക്കുന്ന സമയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം നിന്റെ കുഞ്ഞിനുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ നീ മൊബൈലിലാ കളിച്ചിട്ടുള്ളതെങ്കിൽ 1 വയസ്സായ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ പൊക്കിയിരിക്കും. പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വാട്സപ്പും ഫേസ്ബുക്കുമാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൊബൈൽ കാണിച്ചു കൊടുക്കണ്ട, നിന്റെ മക്കൾ എടുത്തിരിക്കും. ഏറ്റവും കൂടുതൽ TV ആണ് കണ്ടിട്ടുള്ളതെങ്കിൽ കൊച്ചു TVയുടെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേക്കത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വിശ്വസിക്കാൻ മടിയോ? വിശ്വസിക്കാൻ മടിയോ? ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾ കരഞ്ഞു, പ്രസവിച്ചു, ഒരു കുഞ്ഞ് കരയുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടാറുണ്ട്. ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കും. എന്തിന്? ഏത് കുഞ്ഞിനെയും കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ കരച്ചിൽ നിൽക്കും, ഉറങ്ങും. കയ്യിൽ വെച്ചിട്ട് ആട്ടുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കും, ഉറങ്ങും. ഇങ്ങനെ ആക്കിയാൽ ഉറക്കം വരും, കരച്ചിൽ നിർത്തുമെന്ന് കുഞ്ഞിനെ ആരാ പഠിപ്പിച്ചു കൊടുത്തേ? ആരാ പഠിപ്പിച്ചു കൊടുത്തേ? ആരെങ്കിലും ഉസ്താദ് പള്ളിയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തോ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചതോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുഞ്ഞിന് ഈ അറിവ് കിട്ടിയത് എവിടെ നിന്നറിയോ? ഉമ്മാടെ വയറ്റിൽ കിടന്ന് ഗർഭിണിയായി ആശുപത്രി പോയപ്പോൾ ഡോക്ടർ പറയും, വെള്ളം കുറവാ, വെള്ളം കുറവാ, കുടിച്ചോളാൻ, വെള്ളം കുറവാ, വെള്ളം കുറവാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളത്തിനകത്ത് ഈ കടലിൽ കിടന്നിട്ട് അല്ലെങ്കിൽ കായലിൽ കിടന്നിട്ട് വള്ളം ആടത്തില്ല, വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് ആടുന്നത് പോലെ ഉമ്മാടെ വയറ്റിനകത്ത് കിടക്കുന്ന വെള്ളത്തിൽ കിടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ കൈകൊണ്ട് ഇങ്ങനെ ആട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞു 41 ദിവസം. ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്നത് ഒരു മെൻസസ് കഴിഞ്ഞ് അടുത്ത മെൻസസ് ഉണ്ടാകാതിരിക്കുമ്പോഴാണ്. ആ സമയത്ത്
ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് ആ മാംസ കഷണത്തിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വയറ്റിനകത്ത് കിടക്കുമ്പോഴേ കുഞ്ഞിതൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ആ സമയത്ത് നല്ലത് മാത്രമേ ചെയ്യാവൂ. ഭാര്യയും ഭർത്താവും ആവശ്യമില്ലാത്തത് സംസാരിക്കാൻ പോലും പാടില്ല. ഒരുത്തനകത്ത് കിടന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അതിൻ്റെ അർത്ഥവും പഠിച്ചു. 6 വയസ്സായപ്പോ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു, അതിൻ്റെ അർത്ഥവും പഠിച്ചു. എങ്ങനെ പഠിച്ചു? ഗർഭിണിയായിരുന്ന സമയത്ത് ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, മോളെ, നീ ആദ്യം മനസ്സിലാക്ക്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ലത് മാത്രം ചെയ്, നല്ല കാര്യങ്ങൾ ചെയ്. നിന്റെ മക്കൾ നന്നാകും, നിന്റെ മക്കൾ സാലിഹീങ്ങളാകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയായി, പ്രസവം കഴിഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറയാം. പ്രസവം കഴിഞ്ഞു. പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇന്നാ അൻസൽന ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ആലിമ്രാനിൻ്റെ 32ാമത്തെ ആയത്ത് ഓതണം. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മോദി അതിനുശേഷം കുഞ്ഞിന് മധുരം കൊടുക്കണം. ആരാ മധുരം കൊടുക്കണ്ടേ? ഇത് ചോദിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇതിലൊക്കെ വല്ല അടിസ്ഥാനവുമുണ്ട്, എന്താ ഇങ്ങേര് പറയണേ? ഞാൻ ചോദിക്കട്ടെ, ചില മക്കൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, ആരാടാ ഇവന് തൊട്ടുകൊടുത്തേ? അതെന്തിനാ ചോദിക്കണേ? അടിസ്ഥാനമില്ലെങ്കിൽ ഓരോ ഭർത്താവും ഭാര്യയും പറയാറുണ്ട്, എൻ്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി, മുറുക്കാനും മുറുക്കി കട്ടൻ പിടി അടിച്ചിടക്കണ മനുഷ്യനെ കൊണ്ടാ തൊട്ടിച്ചു കൊടുക്കുന്നത്. എന്താ അവസ്ഥയാ മനുഷ്യൻ? തൊട്ടുകൊടുക്കുന്നതിലൊരർത്ഥമുണ്ട്. അത് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുക്കാവൂ. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ സഹോദരനെ പ്രസവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകനാ തൊട്ടുകൊടുത്തത്, അള്ളാന്റെ റസൂലാ തൊട്ടുകൊടുത്തത്. എന്നോട് ചോദിച്ചു കാരക്കയുണ്ടോ? അവസാനം പ്രവാചകൻ തൻ്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് അള്ളാന്റെ റസൂലാ മധുരം കൊടുത്തത്. എൻ്റെ പ്രിയമുള്ളവരെ, തൊട്ടുകൊടുക്കേണ്ടവർ നല്ലവരായിരിക്കണം. ആ തൊട്ടുകൊടുക്കുന്നവൻ്റെ ആ തൊട്ടുകൊടുക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൊട്ടുകൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. അപ്പം നല്ല ആൾക്കാരെ കൊണ്ട്, ഉസ്താദന്മാരെ കൊണ്ട്, സയ്യിദന്മാരെ കൊണ്ട്, നല്ലവരെ കൊണ്ട്, ഏറ്റവും കുറഞ്ഞത് ആശുപത്രിയിലാണെങ്കിലും 5 നേരം നിസ്കരിക്കുന്നവനെ കൊണ്ട് തൊട്ടുകൊടുത്തു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടണം. ഈ പേരിടുന്ന വിഷയം പെണ്ണ് ഗർഭിണിയായ സമയം മുതലേ ചർച്ചയാ. വീടിൻ്റെ റൂമിനകത്ത് എന്ത് പേരിടണം? ആണിൻ്റെ പേര്, പെണ്ണിൻ്റെ പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ 1ാമത്തെ അക്ഷരം, ഭാര്യയുടെ 1ാമത്തെ അക്ഷരം. ഏറ്റവും കൂടുതൽ ഉസ്താദന്മാർ മുട്ടുകുത്തുന്നത് മസല ചോദിക്കുമ്പോഴല്ല. ഉസ്താദന്മാർ ഉത്തരവില്ലാതെ മുട്ടുകുത്തി പോകുന്നത് മസല ചോദിക്കുമ്പോഴല്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ അറിയാം, പേരിൻ്റെ അർത്ഥം ചോദിക്കുമ്പോഴാണ് പെട്ടുപോകുന്നത്. കാരണം ഒരു കിതാബിലും കാണൂല, ഒരു ഡിക്ഷണറിക്കകത്തും കാണൂല. പേരങ്ങനത്തെ പേരാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിൽ നെറ്റി കയറിയിട്ടൊരു പേര്. ഈ അടുത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മോക്ക് നല്ല ഒരു പേരിട്ടു, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. എന്ത് മനോഹരമായ പേര്, ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തമെന്ന്. നല്ല പേരായിട്ടോ? ഇത് അവസ്ഥ. ഞാൻ പറഞ്ഞു, ഇനി ഒന്നുകൂടെ ജനിച്ചാൽ അതിന് ഹൈലൊന്നും കൂടെ ഇടാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ചേരുമല്ലോ. മക്കൾക്ക് പേരിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. മക്കളുടെ പേര് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് എന്നെ സിറാജ് എന്ന് വിളിക്കുന്നതാണ്. അവനവൻ്റെ പേരാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ആ പേരിനൊരർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബ്ദുല്ലാ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ നിന്ന്? കൈവക്കിക്ക് ആരെങ്കിലും ഒരാൾ? ഒരു കാക്ക ഉണ്ട് എന്തായാലും. അബ്ദുർ റഹ്മാൻ 2ാമത്തെ പേര്, അതുണ്ടാ? അബ്ദുറഹ്മാൻ ഉണ്ട് ആരെങ്കിലും? അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾക്ക് പേരിടുമ്പോൾ അവിടെ പഴഞ്ചനോ പുതിയതോ ഒന്നുമില്ല. ഖുർആനിലുണ്ടോ എന്ന് നോക്കണം.
ഖുർആനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സഹാബിയുടെ പേരെങ്കിലും ആണോ നോക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് നല്ല പേരുകൾ. ഗർഭിണികളായ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പേര് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എത്ര പേരെന്നറിയോ ഖുർആൻ പറയുന്നു? മുഹമ്മദ് ഷാഹിദ്. നീ അർത്ഥം പോലും നോക്കണ്ട, ഒരു ഉസ്താദിനോടും ചോദിക്കണ്ട. ഖുർആൻ പറഞ്ഞ പേര് മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇത് ഖുർആൻ പറഞ്ഞ പേരാ. എത്ര മനോഹരമായ പേരാ. ഇതൊക്കെ പേരിടണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് പേരിടണം. എവിടെ വെച്ചിടണം? എവിടെ വെച്ചിടണം? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടേണ്ടത് പള്ളിയിൽ വെച്ചാണെന്ന ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് തെളിവുണ്ടോ? തെളിവുണ്ട് മനുഷ്യ, തെളിവില്ലാതെ ഞാനൊന്നും പറയില്ല. മക്കൾക്ക് പേരിടേണ്ടത് പള്ളിയിൽ വെച്ചാൽ ചിലർ ചോദിക്കും, ഭ്രാന്ത് കളിയാക്കാറുണ്ട്, പള്ളി കൊണ്ടുപോകാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി തവാഫ് ചെയ്തിട്ട് കഅബയുടെ മുന്നിൽ വെച്ചാണ് മുഹമ്മദി എന്ന് പേരിട്ടെന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പേരിട്ടത് എവിടെ വെച്ചാ? അള്ളാന്റെ റസൂലിനെ കഅബയിൽ കൊണ്ടുപോയി തവാഫ് ചെയ്തു. കഅബയിൽ തവാഫ് ചെയ്തപ്പോൾ മനസ്സിൽ മുഹമ്മദി എന്ന പേര് ഓർത്തു അറിയിച്ചു കൊടുത്തു. അങ്ങനെ മുഹമ്മദ് എന്ന് കഅബയുടെ മുന്നിൽ വെച്ചാ പേരിട്ടത്. അപ്പൊ പള്ളി കൊണ്ടുപോയാ പേരിടേണ്ടത് എന്ന് മനസ്സിലായി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 മക്കൾക്ക് നല്ല പേരിട്ടുണ്ട്. പേരെന്താന്ന് ചോദിച്ചാൽ പറയും അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ. മോനെ നിന്റെ പേരെന്താ? ഹസൻ, നന്മയുള്ളവൻ. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എന്നാ വീട്ടിൽ വിളിക്കണ പേരേതാ? ഹസൻ എന്ന മനോഹരം. ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ്, അലി ഇബ്നു അബീ താലിബ് നല്ല പേരിട്ടിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം ഉമ്മ മോനെ വിളിക്കും, എടാ കുക്കു, എടാ വാവേ, മുത്തേ, ഇങ്ങനെ പേര് വിളിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. മക്കൾക്ക് അർത്ഥമുള്ള മനോഹരമായ പേരിട്ട് സ്വന്തം ഉമ്മ സ്വന്തം നാവ് കൊണ്ട് മോനെ വിളിക്കേണ്ടത് അക്കു കുക്കു എന്നൊക്കെയാ. എന്തേ വാപ്പ അതിനർത്ഥം എന്ന് വരെ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവെ മനോഹരമായ നല്ല അർത്ഥമുള്ള പേരിട്ടിട്ട് ഒരു കോമാളിയുടെ പേരിട്ട് മക്കളെ വിളിക്കുന്ന വാപ്പയും ഉമ്മയും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾ പ്രസവം കഴിഞ്ഞു, പിന്നെ മക്കൾ വളരുകയാണ്. മക്കൾക്ക് നല്ല പേരിട്ടു, അക്കീക്ക അറുത്തു കൊടുത്തു. ഇപ്പൊ ഉളുഹിയുടെ സമയ കഴിവിന്റെ പരമാവധി എല്ലാവരും, ഏത് മനുഷ്യനും ഈ വർഷം ഉളുഹിയ നിർബന്ധമായിട്ടും കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെ പള്ളി വെച്ചാണ് അറുക്കുന്നത്? പള്ളി വെച്ചാണ് ഉളുഹിയ അറുക്കണേ? അത് വീടുകളിൽ വെച്ചാണ്? പള്ളിയിൽ. ഈ പ്രാവശ്യം എല്ലാവരും ഉളുഹിയ കൊടുക്കണം. കാരണം പേടി എല്ലാവർക്കും. എന്തേ ഉസ്താദെ, അപ്പൊ അടി കിട്ടുവോ, വെട്ടുവോ, കുത്തുവോ, അതൊക്കെയാ പേടി. ഉളുഹിയ അറുക്കാൻ പറ്റുമോ? പോത്തിനെ അറുക്കാൻ പറ്റുമോ? പശുവിനെ അറുക്കാൻ പറ്റുമോ? കാളെ അറുക്കാൻ പറ്റുമോ? മനുഷ്യൻ, നീ ആരെയാ പേടിക്കണേ? നീ ആരെയാ പേടിക്കണേ? നീ മുസ്ലിം അല്ലേ? അള്ളാനെ പേടിക്കുക. എന്തിനാ മനുഷ്യനെ പേടിക്കണേ? ഖുർആനിലെ 114 അധ്യായത്തിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. പോയിട്ട് വായിച്ചു നോക്കുമ്പോൾ അർത്ഥം എന്താണ്? അള്ളാഹ് പറഞ്ഞു, നിനക്ക് വിശ്വാസമില്ലേ? ഉളുഹിയ അറുത്തു കൊടുക്ക്, അള്ളാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്നാ പറഞ്ഞേ. അല്ല 2 പ്രതിഫലം നിനക്ക് തരുമെന്നാ പറഞ്ഞേ. ഉളുഹിയ അറുക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അറുത്തു കൊടുക്കുന്നവൻ അല്ല 2 പ്രതിഫലം കൊടുക്കും. 1 ഹൗദുൽ കൗസറിലെ വെള്ളം കൊടുക്കും. 2 നിന്റെ ശത്രുവിനെ അള്ളാഹു തകർത്ത് കളയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നായാലും ഒരു ദിവസം മരിക്കും. എന്നായാലും ഒരു ദിവസം മരിക്കും. അതിത്തിരി നേരത്തെയും ഒരു നല്ലതുമാണെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടിട്ട് എന്തായാലും ഒരു ദിവസം മരിക്കും. മരിക്കൂലേ? മരിക്കുവോ? മരിക്കും. അതിത്തിരി നേരത്തെ ആണെങ്കിൽ അത്രയും കുറച്ച് പറഞ്ഞാൽ പോരെ. ഇപ്പൊ എനിക്ക് 30 വയസ്സായി. ഞാൻ ഇന്ന് മരിച്ച 15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി. ഈ മനുഷ്യന് എന്നെക്കാലി എത്ര കൊല്ലം കൂടുതൽ പറയണം? ചിന്തിക്ക് മനുഷ്യ, എന്നെക്കാലി എത്ര കൊല്ലം കൂടുതൽ പറയണം?